ഹായ്, ഫൈസൽ വ്ളോഗറിന്റെ മറ്റൊരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളതേ പടപ്പറമ്പിലാണ് കേട്ടോ. പടപ്പറമ്പിൽ നിന്ന് പെരുന്തൽമണ്ണ റോട്ടിന് ഇവിടെ ഒരു പുതിയൊരു ഫുഡ് പാർക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഹാജി ഫുഡ് പാർക്ക് എന്ന് പറഞ്ഞിട്ട്. ഇതിന്റെ മെയിൻ അട്രാക്ഷൻ ഫുഡ് പാർക്ക് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഫുഡാണെന്ന് വിചാരിക്കും. അതിന്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു പാർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് അതിന്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് വേഗം പോകട്ടോ. ഈ ഒരു ഫുഡ് പാർക്ക് വരുന്നതേ നമ്മളെ പടപ്പറമ്പിൽ നിന്ന് പെരിന്തൽമണ്ണ റൂട്ടിൽ പോകുന്ന റോഡാണ് കേട്ടത്. പടപ്പറമ്പിൽ നിന്ന് പെരിന്തൽമണ്ണക്ക് പോകുമ്പം കിക്കോൺ അറീന ഫുട്ബോൾ ടർഫിന്റെ അടുത്ത് റൈറ്റ് സൈഡിൽ നല്ല മനോഹരമായിട്ട് ഒരു ഫുഡ് പാർക്ക് തന്നെയാണ് കേട്ടോ അവർ ഒരുക്കിയിട്ടുള്ളത്. ഇതാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കറക്റ്റ്. അപ്പൊ അതെ, ഇതിന്റെ തൊട്ട് ബാക്കിൽ ഈ കാണുന്ന ഇതാണ് കേട്ടോ ഹാജീസ് ഫുഡ് പാർക്ക്. നമുക്ക് നേരെ ഇതതിന്റെ എൻട്രൻസ് ആണ് വരുന്നത്. നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് പോയി നോക്കാം ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത്. പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പാർക്കുകളുടെ എൻട്രൻസ് ഫ്രീ ആണ് കേട്ടോ. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പാർക്കുകളുടെ എൻട്രൻസ് ഫ്രീ ആണ്. നമുക്ക് വൈകുന്നേരങ്ങൾ നമ്മളെ ഫാമിലിയോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഇവരൊക്കെ ആയിട്ട് ചില്ല് ചെയ്യാൻ വരണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഒരു ഫാമിലി സെറ്റപ്പ് ആണ് കേട്ടോ ഇതിനുള്ളിൽ. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുട്ടികളായിട്ട് കൊടുക്കലൊക്കെ ഒരു വൈകുന്നേരം ചെറിയ എന്റർടൈൻമെന്റ് രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പാർക്ക് അതിന്റെ ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ. നമ്മളിപ്പോൾ നേരെ ഇതിന്റെ ഉള്ളിലോട്ട് പ്രവേശിച്ചു കേട്ടോ. ഇതിന്റെ ഉള്ളിലേക്ക് കയറി ഇതിന്റെ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ഒരു ഹാജീസ് കഫേ എന്ന് പറഞ്ഞിട്ട് ഒരു കോഫി ഷോപ്പ് ഉണ്ട്. ഇവിടെ തന്നെ അതിന് ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. വളരെ മനോഹരമായിട്ട് തന്നെ ഇവർ ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഐസ്ക്രീമിനും ജ്യൂസസ് ഇതിനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അൽഫാം ഷവർമ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെയാണ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളെ നേരെ സ്ട്രൈറ്റ് ആയിട്ട് വരുന്നത് ഹാജീസ് ഫുഡ് പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു അടിപൊളി ഒരു ബോർഡ് ഇവിടെ നമുക്ക് കാണാനുണ്ട്. ഇവിടെ ഒരുക്കിയിട്ടുള്ളതെന്ന് പറയുന്നത് നമുക്ക് മന്തി അതുപോലത്തെ റൈസ് ഐറ്റംസ് കഴിക്കാനുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ അവർ അവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ഈ എൻട്രൻസിൽ നിന്ന് ഇങ്ങനെ നേരെ കയറി വരുന്നത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഫുഡ് പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതല്ലാണ്ട് ഈ ഒരു സമയത്തുള്ള മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ഈ ഒരു പാർക്ക് തന്നെ ഉണ്ടോ. ഇവിടെയൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി മനോഹരമായിട്ട് ഇവർ ഇത് ചെയ്തു വെച്ചിട്ടുള്ളതാണ്. അതിനൊക്കെ കറക്റ്റായിട്ടൊരു സ്പേസ് നമുക്ക് വേണമെങ്കിൽ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റിയ രീതിയിലുള്ളൊരു സ്പേസിന് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ അവിടെ ബാക്കിൽ മൂന്നാലാടങ്ങൾ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം, പാർക്കിലോട്ട് പോട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒരുപാട് ഫാമിലീസ് വന്നിട്ടുണ്ട്. ഇതൊക്കെ എൻട്രി ഫ്രീ ആണെന്നുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ഒക്കെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ കുറേ ആൾക്കാർ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവിടെ ആടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പുറമെ കുട്ടികൾക്കുള്ള കളിക്കാനായിട്ടുള്ള സകലമായ പരിപാടികളും ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഫോട്ടോ ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള ലൊക്കേഷൻ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ ഇവിടെ ഒരു ഊഞ്ഞാല് കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ആവശ്യമായിട്ടുള്ള നമുക്കൊരു ഫാമിലി ആയിട്ട് വന്ന് അടിച്ചു പൊളിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഇവർ ഒരുക്കിയിട്ടുണ്ട്. ഇതിന് എൻട്രി ഫ്രീ ആണ്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലോട്ടുള്ള എൻട്രി ഫ്രീ ആണ് കേട്ടോ. അവൻ്റെ ബാക്കിൽ കണ്ടോ ഇഷ്ടംപോലെ കുട്ടികളും ഫാമിലീസും ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്കെന്തായാലും ഈ ഒരു പാർക്ക് എൻട്രി ഫ്രീ ആണെന്നുള്ളതാണ് മെയിൻ അട്രാക്ഷൻ. ഞാൻ പിന്നെ അത് ഇങ്ങനെ എടുത്ത് പറയണം എന്താ വെച്ചാൽ അത് തന്നെയാണ് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു പക്ഷേ ഇത്ര ഫാമിലീസ് ഇത്ര കുട്ടികൾ ഞാൻ ഈ പറഞ്ഞ നിങ്ങൾക്ക് കേൾക്കുമെന്ന് അറിയില്ല. കാരണം അത്രത്തോളം കുട്ടികളെ സൗണ്ടാണ് ഇതിനുള്ളിൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രത്തോളം ഫാമിലീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം.
കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്ര സംഭവങ്ങളല്ലാതെ വേറൊരു കാര്യം കൂടെ തന്നെ ബാക്കിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു മെയിൻ അട്രാക്ഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിന്റെ തൊട്ട് ബാക്കിൽ കാണാം കേട്ടോ, ഒരു സ്വിമ്മിംഗ് പൂള്. കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് കേട്ടോ, വലിയ ആളുകൾക്ക് പറ്റില്ല. സ്വിമ്മിംഗ് പൂള് ഇഷ്ടംപോലെ കുട്ടികളെ ചാടി കളിക്കുന്നുണ്ട്. അപ്പൊ എന്റെ ബാക്കിൽ ഇതാ കുട്ടികൾ ഫുൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കണ്ടോ. നല്ല എൻജോയ്മെന്റ് ആണ് എല്ലാവരും. ഈ ഒരു പൂളൊക്കെ നമ്മളെ പടപ്പറമ്പില് ഇത്രയും സെറ്റപ്പിൽ ഒരു പാർക്ക്, അതും ഫ്രീ എൻട്രിയോട് കൂടിയിട്ട് എനിക്ക് തോന്നുന്നത് വേറെ ഇല്ല കേട്ടോ. നമ്മളെ പടപ്പറമ്പിൽ ഈ ഒരു ഹാജീസ് ഫുഡ് പാർക്ക് അല്ലാണ്ട് ഇത്ര അടിപൊളിയായിട്ട് ഒരു പാർക്കും ഒരു കിഡ്സ് പാർക്കും അതിനോടനുബന്ധിച്ചിട്ട് ഒരു നല്ല അടിപൊളി സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് ഒരു ഫ്രീ എൻട്രി ഉള്ള വേറൊരു പാർക്ക് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇല്ലാന്ന് തന്നെയാണ് തോന്നുന്നത്. എന്തായാലും നമ്മളെ ഫാമിലിയോട് കൂടിയിട്ട് നല്ലൊരു ദിവസം നമുക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു ദിവസം, അതും ചെലവില്ലാണ്ട് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഹാജീസ് ഫുഡ് പാർക്കിലോട്ട് വന്നോളൂ കേട്ടോ. നമുക്ക് എന്തായാലും ഇനി ഈ ഒരു കിഡ്സ് പാർക്കിന്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമ്മളെ ഫുഡ് കൗണ്ടറിലോട്ട് പോട്ടോ, നമ്മളെ ഫുഡ് പാർക്കിലോട്ട്. ഈ ഒരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവർ മെയിനായിട്ട് ഇവിടെ ചെയ്യുന്നത് ഇതിന്റെ ഫുഡ് തന്നെയാണ് കേട്ടോ. മന്തി, അൽഫാം, അതുപോലെ തന്നെ ഷവായ, ബ്രോസ്റ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും നേരെ അതിന്റെ കാഴ്ചകളിലോട്ട് പോട്ടോ. നമ്മൾ കയറി വരുന്ന സൈഡിൽ തന്നെ റൈറ്റ് സൈഡിൽ ഈ ഒരു കഫേനോട് ചേർന്നിട്ട് ഒരു ജ്യൂസ് കൗണ്ടർ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയോ മുജിത്തോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ തൊട്ട് ബാക്കിലാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൽഫാം, ഷവായ, അതുപോലെ തന്നെ കല്ലുമ്മ ചുട്ട ചിക്കൻ ഉണ്ട് തോന്നുന്നുണ്ട്. പിന്നെ നമ്മളെ ഷവർമ്മ, ഈ വിധ ഐറ്റംസ് ഒക്കെ എൻ്റെ തൊട്ട് ബാക്കിലുള്ള കിച്ചണിലാണ്. ഇവിടെയാണ് മന്തി കാര്യങ്ങൾ കഴിക്കാനുള്ളൊരു സ്പേസ്. നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിൽ ഒന്ന് കയറി നോക്കട്ടോ. അത് ആളുകൾ ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ഏരിയയാണ് ഇവര് മന്തി കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിലാണ് പിന്നെ കോഫി, സ്നാക്സ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവരിത് അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. ഒരു ഫോട്ടോഷൂട്ട് വരെ നമുക്ക് ഇതിനുള്ളിൽ എന്ത് ചെയ്യാം, നടത്താം. ലൈറ്റൊക്കെ കൊടുത്ത് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതെ ഈ ഒരു കോഫി ഷോപ്പിനാണ് കേട്ടോ. നമ്മൾ ഹാജീസ് ഫുഡ് പാർക്കിനുള്ളത് കഫേന്റെ ഉള്ളിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെയാണ് കഫേ, കോഫി കാര്യങ്ങളൊക്കെ കുടിക്കുമ്പോൾ നമുക്ക് ഇരിക്കാനുള്ളൊരു സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് എന്തായാലും ഇവിടുത്തെ സ്നാക്സുകൾ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഹാജീസ് ഫുഡ് പാർക്കിന്റെ കാഴ്ചകൾ. ഇതിന്റെ നൈറ്റ് വ്യൂ ഞാൻ കാണിച്ചു തരാം. ഭയങ്കര ഭംഗിയാണ്. ഞാൻ അതിന്റെ ഒരു ഫുൾ ഒരു നൈറ്റ് വ്യൂവിന്റെ ഒരു ഫുൾ കവറേജ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു കേട്ടോ. എന്തായാലും ഇവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത്, ഞാൻ ഇവിടുത്തെ ഫുഡ് കഴിച്ചു. ഞാനൊരു വീഡിയോ ഇട്ടിട്ടില്ല എന്നേ ഉള്ളൂ. ഞാൻ ഇവിടുന്ന് മന്തി കഴിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അൽഫാം, ഷവായ, ഈ ഒരു 3 സംഭവമായിട്ട് ഞാൻ കഴിച്ചത്. ഞാൻ ഷവർമ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, ബ്രോസ്റ്റും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അതുപോലെ തന്നെ സ്നാക്സ് കഴിച്ചിട്ടോ. നമ്മളെ കോഴിക്കോടിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ചട്ടിപ്പത്തിരി കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ കിളിക്കൂട് അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അതല്ലാണ്ട് തന്നെ നമുക്ക് പോക്ക് ഷവർമ അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. പിന്നെ ജ്യൂസ് കുടിച്ചു. ജ്യൂസ് ഞാൻ കുടിച്ചത് മുന്തിരിയാണ്. ഞങ്ങൾ മുന്തിരി കുടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഓറഞ്ച് കുടിച്ചിട്ടുണ്ട്. വേറെ എന്തൊക്കെയോ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഉണ്ട് കേട്ടോ. അത് നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല. എന്തായാലും കുടിച്ചതൊക്കെ അടിപൊളിയാണ്. ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണ് കേട്ടോ. ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. കിച്ചൺസ് ഫുള്ള് ഓപ്പൺ കിച്ചൺ ആണ്. അപ്പോൾ ഒരു സീക്രട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. കിച്ചണൊക്കെ നല്ല വൃത്തിയുണ്ട്, കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഫുഡിൽ മാക്സിമം എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ ഈ കളറ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഇതിൻ്റെ ഒരു പ്രത്യേകത, ഒരു സ്പെഷ്യാലിറ്റിയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ പാർക്കുകൾ ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ പാർക്കുകളെ എൻട്രി ഫ്രീ ആണ്.
കുട്ടികൾക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്ക് തന്നെയാണ് കേട്ടോ. നമുക്ക് വൈകുന്നേരങ്ങളിലും അതല്ലാതെ ഒഴിവുള്ള ദിവസങ്ങളൊക്കെ നമ്മളെ കുട്ടികളായിട്ടൊക്കെ അവിടെ വന്ന് ഒരു ദിവസം ഒന്ന് എൻജോയ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാം കേട്ടോ. ഈ ഒരു സ്ഥലം പടപ്പറമ്പിൽ ഇങ്ങനത്തെ ഒരു ഏരിയ, അതും ഫ്രീ ആയിട്ടുള്ള ഒരു എൻട്രി വെച്ചിട്ടുള്ള ഒരു പാർക്ക് നമുക്ക് ഇവിടെ പടപ്പറമ്പിൽ കാണാനേ പറ്റില്ല. ഞാൻ കണ്ടിട്ടില്ല, അത് ഞാൻ ഗ്യാരണ്ടീഡ് ആണ്. നമുക്ക് എന്തായാലും വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്ത് പോകും. അതുപോലെ തന്നെ ഇവിടുത്തെ ഫുഡിന്റെ കാര്യം ഞാൻ പറഞ്ഞു. നല്ല കഴിച്ചതിൽ എനിക്ക് മന്തിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ല അടിപൊളി മന്തി. അൽഫാമും കുഴപ്പമില്ല, ഷവായും അടിപൊളിയാണ്. ബ്രോസ്റ്റ് ഞാൻ ട്രൈ ചെയ്തില്ല, നേരത്തെ പറഞ്ഞല്ലോ, ബ്രോസ്റ്റ് ഞാൻ ട്രൈ ചെയ്തില്ല. അതുപോലെ തന്നെ പറഞ്ഞില്ല, ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് എന്തില്ല കളർ പോലത്തെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ആഡ് ചെയ്തില്ല. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നമുക്ക് തരുന്ന ഫുഡാണ്. അത് നിങ്ങൾക്ക് ആർക്കും വന്ന് പരിശോധിക്കും കേട്ടോ. ഇവിടുത്തെ കിച്ചണ് കാര്യങ്ങൾ, ജ്യൂസ് കൗണ്ടർ എല്ലാം ഓപ്പൺ ആണ്. അപ്പം ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമ്മളവിടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തായാലും ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളെ കൂട്ടുകാരിലേക്കും മറ്റുള്ളവരേക്കൊക്കെ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.